ഹായ് ഫ്രണ്ട്സ്, റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കുറെ നാളെ നമ്മൾ കോളർ നെക്ക് പാറ്റേൺ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കോളർ നെക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് യൂട്യൂബിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഇതെന്ന് പറയുന്നത് നമുക്ക് കോളർ നെക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ഓർഗാൻസയിൽ വന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താ ഒരു ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേണുമാണ്. ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ഒരു പാറ്റേൺ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മുടെ വീഡിയോ ചാനൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഫസ്റ്റ് ടൈം വന്നിട്ട് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു അജ്രക്കിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ട് നല്ലപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കോളർ നെക്കാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇതില് ഇതാ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കട്ട് ബീഡ്സും മിറർ വർക്കും ഇതിന്റെ ഷേപ്പിനും ഹാഫ് ആയിട്ട് വരുന്ന ഷേപ്പിനും ഫുള്ളായിട്ട് വരുന്ന ഷേപ്പിനും ഒക്കെ ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് ആ പ്രിന്റ് വരുന്നത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നിറയെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതില് കട്ട് ബീഡ്സും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട്. മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റിലുമായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ സെയിം തന്നെ കോട്ടന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. എയർലൈൻ പാറ്റേൺ. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. എയർലൈൻ പാറ്റേണിലാണ്. ലെങ്ത് വന്നിട്ട് 46-47 ആണ് ലെങ്ത് വരുന്നത്. നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ജെറ്റ് ബ്ലാക്ക് കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സൈസ് വന്നിട്ട് M2XXL ആണ് സൈസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ ആണ്. ബോട്ടിൽ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. അതിന്റെ എനിക്ക് തോന്നുന്നു ഈ പാച്ച് വർക്ക് ആണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ബാക്കി എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കോളർ നെക്കിലാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഇവിടെ ഒരു ഇത് എന്താ പറയാ, ഒരു ഓപ്പൺ പോലെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. എയർലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. M2XXL ആണ് സൈസ് വരുന്നത്. അടിപൊളി പാറ്റേൺ ആണ്. നല്ല കളർ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ലൊരു എന്താ പറയാ, നല്ല രസമുണ്ട്. 3 കളറും എനിക്ക് തോന്നുന്ന ഈ ഒരു പാച്ച് വർക്കുമായിട്ട് ഭയങ്കര സ്യൂട്ട് ആവുന്ന ഒരു കളേഴ്സും ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഹാൻഡ് വർക്ക് എല്ലാം നിറയെ ഹാൻഡ് വർക്കാണ്. ഇതെല്ലാം ഇങ്ങനെ കട്ട് ബീഡ്സും മിറർ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത്. പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിന്റെ എൻഡ് പോർഷനിലും ഇതുപോലെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫുൾ വ്യൂ വരുന്നത്. എയർലൈനിലാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. സൈസ് വന്നിട്ട് M2XXL ആണ് സൈസ് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതുകൂടെ ഒന്ന് വെയർ ചെയ്ത് നോക്കാം എങ്ങനെയിരിക്കും. ഈ ഒരു കുർത്തി വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക. M2XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് 599 മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ. 599 രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഓർഗാൻസയിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ്. നമ്മള് നേരത്തെ ഇതിന്റെ ഈ ഒരു മോഡലില് വേറൊരു ഫാബ്രിക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ട്, അല്ലാത്ത ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ. കാരണം അത്രയും നല്ല എന്താ പറയാ, ഈ ബുട്ടാസും ഒക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഓർഗാൻസ ഫാബ്രിക് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ഓർഗാൻസയാണ് വരുന്നത്. ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ്. അതിലൊരു ചെറിയ പഫ് ഒക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ പഫ് കൊണ്ടുവരുന്നില്ല എന്ന് പരാതിയാണ്. അപ്പൊ അതുകൊണ്ട് പഫ് കൈ ഒക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്ലീവ് ഒക്കെ ആയിട്ടാണ്. മാത്രമല്ല നല്ലൊരു പ്രിൻസസ് കട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിലാണ് ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ കളറിന്റെ സിൽവർ കളറിന്റെ ബുട്ടാസ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ്. ഇത് എല്ലാം ഇങ്ങനെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. പിന്നെയും ഡൗട്ടാണ് എല്ലാവർക്കും ഇത് എന്താണ് എന്നുള്ളത്. ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്.
ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നെക്ക് പോർഷൻ ആണ് കേട്ടോ. നല്ലൊരു സ്ക്വയർ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അത് വെയർ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സൈസ് വന്നിട്ട് M2XXL ആണ് സൈസ് വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും. എന്ന് പറയുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ. നല്ലൊരു പഫ് സ്ലീവ്, ഭയങ്കര ലുക്കാണ്. ഈ പഫ് സ്ലീവിൽ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയും ഒരു ചെറിയ പഫ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നല്ല ഒതുങ്ങുന്ന ടൈപ്പ് ഓർഗാൻസർ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുള്ള് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സത്യം പറഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇപ്പൊ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്കൊന്ന് വെയർ ചെയ്തിട്ട് പോകാനും ഒക്കെ നല്ലൊരു നെക്കും ഒക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ മിസ്സാക്കാതെ ഇത് പർച്ചേസ് ചെയ്യുക. കാരണം നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. സൈസ് വന്നിട്ട് M2XXL ആണ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നി എന്താ പറയാ, വെയർ ചെയ്തപ്പോ ഭയങ്കര ഒരു സ്റ്റൈലായിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് നിങ്ങളെ മിസ്സാക്കരുത്. ചെറിയൊരു കുഞ്ഞു പഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പക്ഷെ ഈ പഫ് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അങ്ങനെ അകത്തോട്ട് സ്റ്റൈലാണ്. ചിലർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. പഫ് ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പഫ് ഇത് അകത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിച്ച് മാത്രം കൊടുത്താൽ മതി. ആ പഫ് അകത്തോട്ട് ഇരുന്നോളും കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്കാണ് ഏറ്റവും നല്ലത്. എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഓർഗാൻസ ആകുമ്പോൾ നമുക്ക് കൂടുതലും നമ്മുടെ കയ്യിൽ ലൈനിങ് ഇല്ലാതെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതാണ് അതിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. സൂപ്പർ ആണ്. ഇതിലും ഇങ്ങനെ സ്ലീവില് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ള സ്ട്രെയിറ്റ് ഇതാണ് വരുന്നത്. സെന്റർ പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ലെങ്ത് വന്നിട്ട് 46-47 ആണ് ലെങ്ത് വരുന്നത്. M2XXL ആണ്. എയർലൈൻ പാറ്റേൺ ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ വെയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നേരിട്ട് കാണാനും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇതും അതുപോലെ നല്ല കളറാണ്. കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്രിക്ക് ഷെയ്ഡ്. ഓറഞ്ച് അല്ല, ഒരു ബ്രിക്ക് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലൊരു ലൈറ്റ് കളറാണ് വരുന്നത്. നല്ല രസമുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ്. വേറെ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കളറോ ഒന്നുമല്ല. കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോഴും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ എന്താ പറയാ, ഭയങ്കര എറിച്ച് നിൽക്കുന്ന കളറല്ല. നല്ലൊരു കളറാണ്. നല്ല ഇത് എനിക്ക് തോന്നുന്ന ഒരു റെയർ കളർ തന്നെയാണ്. അപ്പൊ ഇത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ലെങ്ത് 46-47 ആണ് ലെങ്ത് വരുന്നത്. ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. M2XXL ആണ് സൈസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഉണ്ടല്ലോ. നമുക്ക് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് വെയർ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു ലുക്കാണ് വരുന്നത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? എന്തായാലും നിങ്ങൾ കമന്റ് പറയണം കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. സൈസ് വന്നിട്ട് M2XXL ആണ് സൈസ് വരുന്നത്. പ്രൈസ് വന്നിട്ട് വെറും 599 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. 599 രൂപയാണ് പ്രൈസ് വരുന്നത്. മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരള ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും. പോസ്റ്റ് ത്രൂ ആണ് അയക്കുന്നത്. DTDCക്ക് എക്സ്ട്രാ പേയ്മെന്റ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, മിസ്സാക്കരുത്. നല്ല റേറ്റിനാണ് ഇന്ന് നല്ല 2 വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ എഴുതി കാണിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ട് അതിന്റെ സൈസും കൂടെ മെൻഷൻ ചെയ്ത് വേഗം തന്നെ ഓർഡർ ചെയ്യേണ്ടതാണ് കേട്ടോ. മിസ്സാക്കരുത്. നല്ല കളക്ഷൻ ആണ്. അഫോർഡബിൾ പ്രൈസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാം. അപ്പോ എന്താ പറയാ, ഇന്നത്തെ കളക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണോ അല്ലെന്നുള്ളത് കാര്യം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മെസ്സേജ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും 9K ആകാറായി. വലിയൊരു ഓഫറും കുറേ കളക്ഷൻസും പിന്നെ എന്താ പറയാ, നല്ല നല്ല കളക്ഷൻസിന്റെ ഓഫേഴ്സ് ഒക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സൺഡേ നമുക്ക് ഈ മാസത്തെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കാം. പിന്നെ എന്തുവാ, പിന്നെ ഉടനെ തന്നെ നമുക്ക് ഇയർ എൻഡിങ്ങിന്റെ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എല്ലാം പറയുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ ബൈ.